ചപ്പാത്തിയും പപ്പായയും. क्या कर रहा है? എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ. ഉച്ചയ്ക്കാണ് ഞാൻ തലയിലൊക്കെ ഇച്ചിരി എണ്ണ കൂടിപ്പോയി കുളിച്ചത്. അത് ഒരു വല്ലാതിരിക്കുന്നത്. അപ്പോഴേ എന്താ പറയുക, അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നോ? കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ, സ്കിപ്പ് അടിക്കാതെ കാണണ്ടേ. അപ്പം ചിരിക്കാൻ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ എപ്പോഴും ആ പോൾമോൻ്റെ ആ ക്ലിപ്പ് എടുത്ത് നോക്കി ചിരിയോടെ ചിരിയാ. പക്ഷെ അതിൽ ചിലർക്ക് ഒരു സംശയം. ഞാൻ പറയുന്നില്ലേ ക്യാമറ ഓണാന്ന് അറിഞ്ഞില്ലെന്ന്. ഞാനത് എൻ്റെ കാര്യമല്ല പറഞ്ഞത്, പോൾമോൻ്റെ. എനിക്കറിയാം ഞാൻ ക്യാമറ ഓണാക്കിയാൽ ഞാൻ അവിടെ നിന്ന് ജോലികൾ ചെയ്തത്. പക്ഷെ പോൾമോൻ അറിഞ്ഞില്ല അവിടെ ക്യാമറ ഓണായിട്ടിരിക്കുക എന്നുള്ളത്. അവനിങ്ങനെ വന്നതാ എൻ്റെ അടുത്ത്. ഇന്നലെ ഭയങ്കര വേളമായിരുന്നു, അത് ഇടരുത്, ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല, ഇതാന്നൊക്കെ. ഞാൻ പറയാം, ഇതൊരു രസം, ഇതൊക്കെ ഒരു രസം ഇല്ലയോടാ, സാരമില്ലത്. എന്നിട്ട് ഞാനത് രാത്രി റീച്ചാനെ കാണിച്ചു. റീച്ച ഇത് ഇടുന്നതിന് കുഴപ്പമുണ്ടോ റീച്ച? അപ്പോൾ റീച്ചാൻ പറഞ്ഞു അവനെന്ത്? ഞാൻ പറഞ്ഞു അവന് ഇടണ്ടെന്നാ പറയുന്നതെന്ന്. അപ്പം പ്രൈസമ്മ പറഞ്ഞു ഇല്ല മമ്മി, അച്ചായ നല്ല ഇടു മമ്മി എന്ന് പറഞ്ഞു. എന്തു വന്നാലും ഞാൻ ചിന്തിച്ച് ഇവൻ തമാശ രൂപേണ പറഞ്ഞായിരിക്കും ഇടരുതെന്ന്. ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് രാവിലെ ഞാനിത് വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കേൾക്കുമല്ലേ, കേട്ടോടെ തന്നെ എനിക്കിത് കണ്ട് ചിരി വന്നോണ്ട് അവൻ അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ലാൻഡ് ലൈനിൽ. അവൻ അന്നേരം ഇങ്ങോട്ട് നോക്കി. അപ്പം ഇവൻ ഓടി വന്ന് എന്തിനാ ഞാൻ ചിരിക്കുന്നറിയാം. അപ്പം പറഞ്ഞ് മമ്മി ഇടരുതെന്നില്ല, ഇവിടെ ഞാൻ മമ്മിയുമായിട്ട് പിണങ്ങും, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമോ അതോ ഇതോ എന്നൊക്കെ. എന്നിട്ട് ഇവൻ പപ്പായ്ക്ക് ഫോൺ ചെയ്തു. പപ്പ അതാണ്ട മമ്മി എൻ്റെ ആ വീഡിയോ ഇടുന്നു പപ്പാന്ന്. അപ്പം ഞാൻ പിന്നെ റീച്ചാന് ഫോൺ ചെയ്ത്, റീച്ച കുഴപ്പമുണ്ടോ, ഞാൻ എഡിറ്റിങ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഇനി എനിക്കത് ഡിലേറ്റ് ചെയ്തിട്ട് വീണ്ടും എഡിറ്റിങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് 1-2 മണിക്കൂറത്തെ കാര്യമാണ്. ഞാൻ പറഞ്ഞു എടാ സാരമില്ലടാ മോനെ, ആരും ഒന്നും പറയത്തില്ലടാ എന്നൊക്കെ പറഞ്ഞു. കമൻസുകൾ വന്ന ഉടനെ ഞാൻ മലയാളത്തിൽ എഴുതിയതൊന്നും അവനറിയത്തില്ല, വായിക്കാക്കത്തില്ലല്ലേ, എല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ട് ഒരു കമൻ്റ് ഉണ്ട് സൽമാൻ ഖാൻ സ്റ്റൈലാണ് വന്നതെന്ന്. അതൊക്കെ ഒന്ന് കേട്ടപ്പോഴത്തേന് ആൾക്കൊരിത്തിരി ഒരു ഇതങ്ങ് മാറി. കാരണം അവൻ്റെ ക്ലാസ്സിൽ ആരാണ്ടും കാണുന്നുണ്ട് കേട്ടോ, അതാ ഈ കുഴപ്പമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചോ അവൻ എത്ര സീരിയസ് ആക്കുമെന്ന് ഞാനും അറിഞ്ഞില്ല. അപ്പം ഞാനും അങ്ങ് പേടിച്ചു പോയി. ഞാനവിടെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിക്കൊണ്ടിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമോ. നേരം ആൾ ബൈ ചാൻസ് ഇങ്ങോട്ട് വന്ന് അവൻ്റെ വെരിളിച്ച കണ്ടോണ്ടേ എനിക്ക് അത് ചിരി തന്നെ വന്ന്. പിന്നെ പിന്നെ ഞാൻ പറയണമെന്ന് പറഞ്ഞത്, പലരും എന്നെ കമൻസിൽ കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് അയ്യോ പുകഴ്ത്തുന്നുണ്ട്. പിന്നെ പറഞ്ഞു ഡെയിലി വീഡിയോ ഇട്, മാറ്ററൊന്നും പ്രശ്നമല്ല. അതൊക്കെ കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഈ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ സമയം മെനക്കെട്ടിരുന്ന് കാണുന്നുണ്ടല്ലേ, അതിലൊരു സമാധാനമുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ നാളെ ഡാഡിയുടെ ബർത്ത്ഡേ. നാളെയെന്ന് വെച്ചാൽ ഇന്നില്ലേ, ഇപ്പം ഈ വീഡിയോ കാണുന്ന ദിവസം 6-ാം തീയതി ഡാഡിയുടെ ബർത്ത്ഡേയാണ്, 88 വയസ്സ്. അതുകൂടെ ഞാൻ പറഞ്ഞ നിങ്ങളോട്. പിന്നെന്തുവാ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഉടനെ അങ്ങ് ലൈക്ക് ചെയ്തേരെ. പിന്നെ കമൻസൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇടുക. ഞാൻ ഇപ്പം നമ്മുടെ വീഡിയോ വന്ന് കാണുന്ന ചില വ്യക്തികളുണ്ട്. നേരത്തെ ഞാൻ അങ്ങനെ എനിക്ക് സമയമില്ല സത്യം പറഞ്ഞാൽ, അങ്ങനെ കാണത്തില്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ വീഡിയോ വന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോയി കാണാതിരിക്കുന്നത് ശരിയല്ലല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഞാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യും, പിന്നെ വീഡിയോ കാണും. ഒരു ലൈക്ക് കിട്ടിയാൽ കിട്ടട്ടെ. ലൈക്കും കമൻസും ഒക്കെ യൂട്യൂബ് നോക്കും കൂടുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഈ വീഡിയോയിൽ ഞങ്ങളുടെ കൊച്ചു പുത്രൻ്റെ വയറ് കൂടിയെന്ന് പറഞ്ഞ് എക്സർസൈസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാനത് ഷോർട്ടിലിട്ടായിരുന്നു.
അവൻ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ എനിക്ക് വയറ് കൂടിയെന്ന് പറഞ്ഞ് വന്ന് ഓരോന്നൊക്കെ കാണിക്കുന്നതാണ്. ഇവിടുന്ന് ഹോട്ടലായിരുന്നു ഓരോരുത്തർക്ക്. അത് പറയാൻ കാര്യം പലർക്കും പല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതിപ്പം റെയ്ച്ചാന് റെഡിമെയ്ഡ് മസാല ഓട്സ് ഉണ്ടായിരുന്നു, അതാ റെയ്ച്ചാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഈ ഗ്രീൻ പീസും ചെറിയ വെജിറ്റബിൾസൊക്കെ ഉണ്ട്. എനിക്ക് ചപ്പാത്തിയും പപ്പായയും, ഡാഡിക്കും പപ്പായയും ചപ്പാത്തിയും പഴമായിരുന്നു. കൊച്ചുങ്ങൾക്ക് ഇന്ന് മാഗിയായിരുന്നു. കാരണം പച്ചരി വാങ്ങിക്കാനായിട്ടിരുന്ന് മറന്നുപോയി. അറിയാമല്ലോ ഇവിടെ അല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയ പലരുടെയും സ്വഭാവം, ചിലർ കഴിക്കും ചിലർ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച നാവന്മാർക്ക് ആഴ്ച ഒരു ദിവസം കൊടുക്കുമല്ലോ, അതങ്ങ് ആക്കിയേക്കാന്ന് വെച്ചു. കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാൻ ഞാൻ ഇതുപോലൊരു ചപ്പാത്തിക്ക് ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ച് അതാ അവന് കൊടുക്കുന്നത്. രാവിലത്തേക്ക് എല്ലാം ഒന്ന് സെറ്റിലായി. പിന്നെ ഞാനങ്ങൊരു മോരുകറി വെക്കാനായിട്ട് തുടങ്ങി. ഇവിടെ അറിയാമല്ലോ ഇപ്പം മായ പറയും, ചേച്ചി മോരുകറി വിട്ടൊരു പരിപാടി ഇല്ലയോന്ന്. ഇവിടെ പോൾമോനാണെങ്കിൽ ഒരു 100 കൂട്ടം കൂട്ടാനുണ്ടെങ്കിലും അവന് ഈ മോരുകറി ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. അത് വേണോ അവന്. പിന്നെ എല്ലാവർക്കും റെയ്ച്ചാൻ അങ്ങനെ ചോറ് കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ റെയ്ച്ചാനും മോരുകറി തന്നെ മതിയായിരുന്നു, കുഴപ്പമില്ല. ഡാഡി പിന്നെ രാത്രി കഴിക്കുമല്ലേ, അതുകൊണ്ട് മോരുകറി ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ മോരുകറി ഞാനങ്ങ് റെഡിയാക്കി. പിന്നെ തോരൻ വെക്കുന്നത് പയറ് തോരനാണ്. ഇതിപ്പം നാളത്തേക്കിന് ഈ പയർ തോരൻ കാണും. കൊണ്ടുവന്നത് അത്രയും ഞാൻ ഇങ്ങ് എടുത്ത്. ഇവിടെ കൂടുതലും പയറൊക്കെ തോരനാണ് വെക്കുന്നത്. അങ്ങനെ മെഴുക്ക് പുരട്ടി ഉപ്പേരി വെപ്പ് ഇല്ല, ചിലരുടെ സ്ഥലങ്ങളിൽ ഉപ്പേരി എന്ന് പറയും, ഞങ്ങൾ മെഴുക്ക് പുരട്ടി എന്നാണ് പറയുന്നത്. കാരണം അത് വെച്ചാൽ മെഴുക്ക് പുരട്ടിയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കും. പക്ഷേ ഈ പിള്ളേർക്കൊന്നും അത് കൂട്ടി ചോറ് കഴിക്കാൻ നോക്കത്തില്ല. അവർക്ക് ഇത്തിരി തോരനോ അങ്ങനെ കാണോ ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പയറിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു സവാളയൊക്കെ അരിഞ്ഞിടുന്നുണ്ട്, ഒരു പച്ചമുളകും ചേർത്ത്. പിന്നെ ഇതെല്ലാം തേങ്ങയെല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് ഞെവിടും. ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പൂടി ഇട്ടിട്ട്. ഇവിടെ ഇപ്പോൾ കറിവേപ്പില കിട്ടാൻ ഇത്തിരി കുറച്ച് 1-2 ദിവസം കൊണ്ട് ഇത്തിരി ക്ഷാമം. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് അങ്ങ് നന്നായി അങ്ങ് ഞെവിടിയ ഒരു സവാള ഒരു ഒരു ഇച്ചിരി അരിയാതെ കിടപ്പുണ്ടായിരുന്നു. അതിപ്പോൾ അങ്ങോട്ട് എടുത്തൊന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇപ്പോൾ എനിക്ക് പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്ന് കമൻസ് ഇടുന്നുണ്ട് കേട്ടോ. ഞാനത് സ്റ്റാർട്ടിങ് ഇൻട്രോയിൽ പറയാൻ വിട്ടുപോയി. ഒത്തിരി സന്തോഷം കേട്ടോ. വീണ്ടും കമൻസൊക്കെ ഇടണേ. നിങ്ങളുടെ ഒരു കമൻസ്, ഒരു ലൈക്കൊക്കെ കാണുമ്പം നമുക്കൊരു പ്രത്യേക സന്തോഷം. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു വീഡിയോ ഒക്കെ ഇടുമ്പം കമൻസ് കണ്ടില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കമൻറ്റൊക്കെ അങ്ങ് ഇട്ടോ കേട്ടോ, ഇഷ്ടപ്പെട്ട് ചേച്ചിയത്. അപ്പോൾ എനിക്കൊരു സന്തോഷമില്ലേ. പയറിപ്പം ഞാൻ ചീനച്ചട്ടിയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിട്ട് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ അത് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാനതൊരു വേറെ പാത്രത്തിലാക്കിയിട്ട് വേറെ ചീനച്ചട്ടി ഒന്നും എടുക്കണ്ടെന്നും പറഞ്ഞ് ഈ ചീനച്ചട്ടി തന്നെ കഴുകിയിട്ട് ഒരു കോവയ്ക്കയും ക്യാരറ്റും ഇട്ടിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലൊന്നും വേവിച്ചില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇത്തിരി ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ തീ കൂട്ടും തീ കുറയ്ക്കും. അതൊന്ന് ആദ്യം ഒന്ന് ഇങ്ങനെ അടച്ച് വെച്ച് വാട്ടിയതിന് ശേഷം പിന്നെ തുറന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് തുണി കഴുകാനിട്ടായിരുന്നു. പിന്നെ തുണികളൊക്കെ ഓരോ സ്ഥലത്ത് ഇടാനുള്ളത് ഓരോ പാർട്ടാക്കി വെക്കും. 3 സ്ഥലത്തല്ല ഇടുന്നത്. ഒന്ന് ഹോളിൻ്റെ അവിടുത്തെ ബാൽക്കണിയിൽ, പിന്നെ നമ്മുടെ ഈ ഇടനാഴിയിൽ, പിന്നെ അകത്തെ മുറിയിൽ. അപ്പം 3 പാർട്ടായിട്ട് എല്ലാം ഞാനിതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് നമ്മുടെ മെഴുക്ക് പുരട്ടി നന്നായി വഴന്നൊക്കെ വന്നു. അപ്പോൾ ലാസ്റ്റിൽ ഞാനൊരു ഇച്ചിരി ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും. എന്നിട്ട് ഞാനിത് പിന്നെ കുറച്ച് ഇങ്ങനെ എല്ലാം കഴിഞ്ഞല്ലേ, ഞാൻ പിന്നെ അടച്ച് വെച്ച്. അപ്പം കുറേയും കൂടെ ഒന്ന് വാടുമായിരുന്നു. ഒന്ന് വഴന്നെല്ലാം റെഡിയായി. അന്നേരം പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഇതാവും. പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്.
ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിൽ എവിടെ തിരിഞ്ഞാലും ജോലികളായിരിക്കും. ഈ ഓഫീസിൽ പോയി AC ചെയറിൽ ഇരുന്ന് ജോലി ചെയ്തതിനേക്കായി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു കുടുംബം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഈ ഓരോന്നും നോക്കിയും കണ്ടും ചെയ്യുന്നത് ഒരു വീട്ടമ്മയുടെ ഒരു കഴിവാണ്. അതിനെ എവിടെ പ്രശംസിച്ചാലും പറ്റത്തില്ല, പക്ഷേ ആരും പ്രശംസിക്കത്തില്ല. അടുക്കളക്കാരിയാന്നുള്ള ഒരു പരിഗണന അങ്ങനെ നമ്മുടെ വീട്ടുകാർ പരിഗണിക്കുന്ന അങ്ങനെ പറയുന്നതെന്നല്ല. ഇൻ ജനറലി എല്ലാവരുടെയും ചിന്ത വീട്ടു ജോലി അതല്ലേ. അതേസമയം നമുക്ക് വെളിയിൽ ഒരു ഓഫീസിൽ കാണാൻ ജോലി ഉണ്ടെങ്കിൽ അതിനൊരു വേറൊരു രീതി. നമ്മൾ അതിനേക്കായി മെനക്കെട്ടാണ് നമ്മൾ നമ്മുടെ വീട് കൊണ്ടുപോകുന്നത്. ഒരു വീട് നമ്മൾ നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അതനുസരിച്ച് ബുദ്ധിയും കഴിവും എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഒരാൾ ഭയങ്കര എക്സർസൈസ് വയറ് കൂടിയെന്നും പറഞ്ഞു കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നപ്പോൾ ഉള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും പപ്പായും എല്ലാവരും ഉണ്ട് ഇവിടെ. क्या कर रहा है? पुशअप कर रहा हूं। पुशअप ऐसा नहीं है, ये होना चाहिए, हाथ बेंड होना चाहिए। अरे हाथ का बेंड नहीं हो रहा। हाथ बेंड नहीं हो रहा क्या? मेरे को लगा सीधा हाथ बेंड करके हाथ से उठना चाहिए। अरे हाथ बेंड कर। अब बेंड नहीं हो रहा। नहीं तू कर ही नहीं रहा, तेरे को वजन तेरा ले नहीं पा रहा है तू। नीचे बनने का चाहिए, मुझे लगेगा बाहर की तरफ नहीं अंदर की तरफ। मैं वो तू क्या कर रहा है? प्लान दिखा तो वो कॉन्शियस हुआ दे वो भी उठने बड़ी हो गया यार, जानते मत के मत डालते इससे जब प्रैंक करता वही भाई स्टॉप शेयर नीचे कर। क्या प्लैंक में कुछ नहीं करना है, बस बस अरे बाप थोड़ा और ऊपर ले तो पैर पे ഇത് സംഭവം എന്തുവന്നോ, ആ ക്ലിപ്പ് ഞായറാഴ്ചത്തെ ക്ലിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു മുറി ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാണ്. ഇവൻ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇടാതെ ഇങ്ങോട്ട് വന്ന് പ്രീച്ചാൻ പറഞ്ഞു, അയ്യോ താണ്ടെ കുടവേറ് ചാടിയല്ലോ. ഒട്ടനെ അവൻ എൻ്റെ കുടവേറ് ചാടിയെന്നും പറഞ്ഞു. ഞാൻ വണ്ണം കുറയ്ക്കാൻ പോവാമെന്നും പറഞ്ഞ് എക്സസൈസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ പോളും ഉണ്ടായിരുന്നു. പോള് സീരിയസ് ആയിട്ട് അവൻ്റെ നടുവൊക്കെ പിടിച്ച് അമ്മക്കി കൊടുത്ത് താപ്പോട്ട്. ഞാനെന്നേരം ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ വീഡിയോ ഒന്ന് എടുത്തതാണ്. ചില സമയത്ത് അവന് തോന്നുവാണെങ്കിൽ ഞാൻ പറയാം, ഒരു ദിവസം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം വൈകിട്ട് ഞാൻ ചപ്പാത്തിക്ക് ഇന്നാളി വേവിച്ച ബീഫ് കറിയുടെ ഒരു വേവിച്ച ബീഫ് തന്നെ ഞാൻ ഇച്ചിരി എടുത്ത് ഒരു 1/2 കിലോയോളം എടുത്ത് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് വൈകിട്ട് ഇതുണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ കുക്കർ വെച്ച് അതിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിച്ച്, പിന്നെ ഒരു 2 സവാള, വെളുത്തുള്ളി, ഇഞ്ചി, 2 ഉരുളൻകിഴങ്ങ് ഇതെല്ലാം കൂടി ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അതൊന്ന് വഴട്ടിയെടുക്കട്ടെ. കുക്കറിലാവുമ്പം പെട്ടെന്ന് നമുക്ക് പറ്റും. ബീഫ് ഓൾറെഡി വേവിച്ച് ഫ്രിഡ്ജിലായിരുന്നത് കൊണ്ട് എന്നാലും വിസിലടുപ്പിക്കണം. അപ്പം ഞാനിതിലേക്ക് ഇത്തിരി പൊടികളൂടെ ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂണേ ചേർത്തുള്ളൂ. പിന്നെ ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും എല്ലാം കൂടെ ഇതിൻ്റെ പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഞാൻ തീ കുറച്ചിട്ടിട്ടൊന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചപ്പോഴും ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ടാൽ അത് വേവിച്ചത്. എന്നിട്ട് തീ കുറച്ച് നന്നായി അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഞാൻ ഇച്ചിരി നേരം ഈ കുക്കറൊന്ന് മൊത്തത്തിൽ അടച്ചില്ല, ആ അടക്കണമൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മസാലയൊന്ന് മൂക്കാൻ വേണ്ടിയേ. അപ്പോൾ മസാലയൊക്കെ മൂത്ത മണം വന്നു. ഞാനിപ്പോൾ അതിലേക്ക് ആ ബീഫ് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ഇനിയും ബീഫിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങത്തില്ലല്ലേ, വെന്ത ബീഫല്ലേ. അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് വളരെ കുറച്ച് ഒത്തിരി അങ്ങ് ചാറായിട്ട് ഞാൻ എടുത്തില്ല. എന്നിട്ടൊരു 2-3 വിസിൽ വീണ്ടും ഞാൻ അടുപ്പിച്ച്. അപ്പോഴത്തേക്കിന് ആ ഉരുളൻകിഴങ്ങും അല്ലെങ്കിൽ ഈ ബീഫിൻ്റെ അകത്ത് ഉരുളൻകിഴങ്ങ് ഇവിടെ തേങ്ങാക്കൊത്ത് അവർക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടില്ല. തേങ്ങാക്കൊത്തോട് ഇട്ടാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. എനിക്കും റീച്ചാനൊക്കെ തേങ്ങാക്കൊത്ത് ഇഷ്ടമാണ്. ഈ പിള്ളേർ കഴിക്കത്തില്ല. ചിലപ്പം മോൻ 1-2 കാണാം ഇപ്പോൾ തിന്നും. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട മമ്മീന്ന്. അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ 3 വിസിൽ വന്ന് ഞാനത് ഊരി അതിൻ്റെ പ്രഷർ തന്നെത്താൻ പോയി. ഇപ്പം എന്താണ്ട നമ്മുടെ ബീഫ് ഇവിടെ ചപ്പാത്തിക്കുള്ളത് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ഞാൻ. അപ്പോൾ ഉപ്പ് നോക്കുന്ന ആളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയൊന്ന് നോക്കട്ടെ. ഇവിടെ ഈ പിള്ളേർക്ക് ബീഫിനേക്കാൾ ഇഷ്ടം ചിക്കനാണ്.
കാരണം ബീഫ് വേവുകയാണെങ്കിൽ അങ്ങ് നന്നായി ഇവർക്ക് വേവുകയും വേണം, ഇവരുടെ പല്ലേ കയറും ആ ഒരു കാരണം കൊണ്ട്. പക്ഷേ ഇവരുടെ പപ്പായ്ക്ക് നേരെ തിരിച്ചാൽ ബീഫാണ് ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ ബീഫ് നാട്ടിലെ ബീഫുമായിട്ട് വ്യത്യാസമുണ്ട്. നാട്ടിലത്തെ ബീഫ് എന്തായാലും അത് നല്ല കഷ്ണം പോലെ കിടക്കും. ഇവിടുത്തെ ഇച്ചിരി ഒന്ന് വേവുമ്പോഴേ അതിൻ്റെ വെള്ളമെല്ലാം അങ്ങ് ചുരുങ്ങിപ്പോവും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കെന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.